പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധനിക സഹായകരമായ സുവിശേഷ സന്ദേശങ്ങൾക്ക് വേണ്ടി ചെവിയോർക്കണ സമയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇടയാക്കിയതിന് നന്ദി പറയുന്ന കർത്താവേ, ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങ് എല്ലാവർക്കും പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, അനേകായിരങ്ങൾ ഇപ്പോഴും ആരാധനയിൽ പങ്കെടുക്കുകയാണ്. അവർക്കെല്ലാം വേണ്ടി അമ്മ അവസാനം വരെ മധ്യസ്ഥം വഹിക്കണമേ. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നന്ദി. സഹോദരനെ, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയം ഇരിക്കുന്ന സ്ഥലത്ത് കൈവച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഈ ആരാധനയിലെ പൂർണ്ണമായി അഭിഷേകം സ്വീകരിക്കാൻ എൻ്റെ വിശ്വാസത്തെ, പ്രത്യാശയെ, ദൈവസ്നേഹത്തെ അങ്ങ് ദീപിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 കർത്താവേ. ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് മനസ്സുകൊണ്ട് കർത്താവിൻ്റെ പുനരുത്ഥാനത്തോട് കൂടി ആയിരിക്കുന്ന ധ്യാന ദിവസങ്ങൾ തന്നെയാണിത്. കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു അവസരമാണിത്. അവിടുത്തെ പുനരുത്ഥാനത്തിൽ ആഴപ്പെടാനും ആത്മാവിൻ്റെ കൈകളാൽ അത് കർത്താവിനെ സ്പർശിക്കാനും ദൈവസ്നേഹത്തിൽ നിറയാനും അന്തരേന്ദ്രിയങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന മഹത്വം മഹത്വം. പ്രിയപ്പെട്ടവരെ, ഉത്ഥാന അനുഭവങ്ങൾ ആദ്യം അതിൻ്റെ അഭിഷേക ശക്തി ഏറ്റുവാങ്ങിയത് അതിൻ്റെ സ്വത്വവും അതിൻ്റെ സാന്നിധ്യവും സന്തോഷവും ഒക്കെ ആദ്യം അനുഭവിച്ചത് അപ്പോസ്തലന്മാരല്ല, സാധാരണ ചെടിത്തിമാരാ.
അതാണ് എന്നെ എപ്പോഴും ഉത്ഥാനത്തിൻ്റെ ആദ്യ അനുഭവങ്ങൾ ആർക്കാണ് കിട്ടിയത്? അപ്പോസ്തലന്മാർക്കല്ലേ, 2 ചേട്ടത്തിമാർക്കാണ് കിട്ടിയത്, 2 ചേച്ചിമാർക്ക്, സാധാരണ മനുഷ്യർ. കർത്താവിൻ്റെ പരിചയവും അടുപ്പവും ഉണ്ടായിട്ട് സ്നേഹിച്ച് നടന്ന 2 ചേട്ടത്തിമാർക്കാണ് കർത്താവ് ആദ്യ അനുഭവങ്ങൾ കൈമാറുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്നാണ്, ഉത്ഥാനത്തെ, അതിൻ്റെ ശക്തിയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സ്ത്രീകളുടെ ആധ്യാത്മിക നൈപുണ്യങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ പരിശോധിച്ചാൽ ഉത്ഥാന അനുഭവം കുറച്ചുകൂടി എളുപ്പത്തിലാകും. ഒന്നാമത്തെ ആൾ മാർത്തായാണ്. ആദ്യ ഈ പുനരുത്ഥാനമെന്ന് പറയുന്ന വലിയ ദൈവിക രഹസ്യം, അതിലാണ് സഭയും ലോകവും നിലനിൽക്കുന്നത്. മനുഷ്യൻ്റെ പ്രത്യാശയാണത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണെന്നുള്ള അപ്പോസ്തല അനുഭവങ്ങൾ ഉത്ഥാനാനുഭവം തന്നെയാണ് ശരിക്കും. നമ്മൾ റോമ 8:18 വായിക്കത്തില്ലേ, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലവും നിസ്സാരമാണ്. അപ്പം കഷ്ടതകളെ നിസ്സാരമാക്കി കളയുന്നത്, നമ്മളിപ്പോൾ കോവിഡിൻ്റെ കഷ്ടതകളിലാണല്ലോ, പക്ഷേ വിശ്വാസിക്ക് ഇതെല്ലാം നിസ്സാരമാണ്. കഷ്ടതകൾ നിസ്സാരമാണെന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു പുസ്തകം കർത്താവിൻ്റെ വചനമാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, സാരമില്ല എന്ന് നമ്മൾ പാടുമ്പോൾ തന്നെ അധരം കൊണ്ടാണ് അത് പാടുന്നത്. പക്ഷേ ഹൃദയത്തിൽ അത് ലൈറ്റ് വെയ്റ്റ് ആകണം, ലഘുഭാരമുള്ളതാകണം. അതൊരു അഭിഷേകത്തിലൂടെയാണ് അങ്ങനെ ആകണത്. ഈ അഭിഷേകത്തിലാണ് നമ്മൾ ആരാധനയിൽ, ഇപ്പം തന്നെ ഈശോ പറഞ്ഞില്ലേ, ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:28-29 വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, കഷ്ടമനുഭവിക്കുന്നവനെ, കം ടു മീ, എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസം വിശ്വാസി പ്രാപിക്കണത് എങ്ങനെയാണ്? എൻ്റെ ഭാരം ലഘുവാണെന്ന്, ലൈറ്റ് വെയ്റ്റ് ആണെന്ന്. ഈശോയുടെ വചനങ്ങൾ, ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ഭാരങ്ങൾ, ഇത് ആദ്യം പറയണ ഈ ഭാരം ലഘുവാണെന്ന് ലോകത്തോട് പറയണ ആദ്യത്തെ സ്ത്രീ ആരാണ്? മേരി മാഗ്ഡലിന. മേരി മാഗ്ഡലിനാണ് ലോകത്തോട് പറയണത് ഈശോ നൽകുന്ന ഭാരം എനിക്ക് വളരെ ലഘുവാണെന്ന് പറയണത്. അത് വിശ്വാസത്തെക്കാളുപരി, പ്രത്യാശയെക്കാളുപരി ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് ഈശോയും ഈശോ കൽപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ ദൗത്യത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാരങ്ങൾ നമുക്ക് ലഘുവായി മാറണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, മേരി മാഗ്ഡലിനെ പോലെ, വിശുദ്ധ മാർത്തായെ പോലെ അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ വചനങ്ങള് ജീവിതത്തില് സാക്ഷ്യപ്പെടുത്തുവാൻ ലഘുവായി തീരുന്ന ഹൃദയത്തിന്റെ അഭിഷേക തലങ്ങളിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. യോഹന്നാന്റെ സുവിശേഷമില്ലേ, 20-ാം അധ്യായം 15-ാമത്തെ വാക്യം, അവിടെയാണ് ഈ ഭാരം, യേശു ഭാരം ലഘുവാണെന്ന് സൂചന നൽകണത്. പക്ഷേ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 11:29 എൻ്റെ ഭാരം ലഘുവാണെന്ന് ഈശോ പറയുമ്പോൾ ഇതെങ്ങനെയാണ് ലഘുവാക്കണമെന്നുള്ള പ്രായോഗിക തലങ്ങളാണ് മേരി മാഗ്ഡലിൻ പറയണത്. എന്താണ് അവർ പറയണത്? അവർ കുനിഞ്ഞ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് നോക്കും. കല്ലറയിലേക്ക് നോക്കിയിട്ട് അപ്പോൾ 2 ദൂതന്മാരവിടെ ഇരിക്കുന്നത് കാണാം. They have taken my Lord
ആ വാക്കെല്ലാം ഇങ്ങനെ സ്നേഹം നിറഞ്ഞ് തുളുമ്പി നിൽക്കുക. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. എൻ്റെ കർത്താവ് എന്നാണ് വിളിക്കണത്. എൻ്റെ കർത്താവ്, മൈ ലോഡ്. അതൊക്കെ എല്ലാം ആ എൻ്റെ കർത്താവ് എന്നുള്ള വാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. ആ ഭാഗം ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും മേരി മാഗ്ഡലിൻ്റെ ഉള്ളിലുള്ള കർത്താവിനുള്ള ആ ശിഷ്യയുടെ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റും. എൻ്റെ കർത്താവ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് 140 റാത്തലുള്ള ഡെഡ് ബോഡിയാണ് അവളെ സംബന്ധിച്ചിടത്തോളം. കാര്യം അവളോട് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാരോട് 3 പ്രാവശ്യം പറഞ്ഞു പാഷൻ പ്രഡിക്ഷൻസ്. മത്തായിയുടെ സുവിശേഷം 16:13, 17:22, 20:17 ഇങ്ങനെയുള്ള എല്ലാ പാഷൻ പ്രഡിക്ഷനിലൂടെയും മത്തായി 16-ാം അധ്യായം 13-ാമത്തെ വാക്യം, 17-ാം അധ്യായം 22-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 20-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒക്കെ എല്ലാം പാഷൻ പ്രഡിക്ഷൻസാണ്, പീഡാനുഭവ പ്രവചനങ്ങളാണ്. അതിൻ്റെ കണ്ടന്റ് എന്താ? ശിഷ്യന്മാരുടെ 3 പ്രാവശ്യമായിട്ട് തവണയായിട്ട് ഈശോ പറയും നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, എന്നാൽ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഈ ഉത്ഥാനം ഉൾപ്പെടെയുള്ള പ്രവചനങ്ങൾ ഈശോ നൽകുന്നത് അപ്പോസ്തലന്മാർക്കാണ്. ആ അപ്പോസ്തലന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എന്തോ ഒരു കുറവുണ്ട് അവർക്ക്. അവർ വന്ന് കല്ലറയിൽ വരണത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യമേ തന്നെ വരണത് മേരി മാഗ്ഡലിൻ ചെന്നിട്ട് കർത്താവിനെ കല്ലറയുടെ വാതിൽ തുറന്ന് കിടക്കുന്നു ആണ്. അതുകൊണ്ട് പത്രോസ് പിന്നാലെ വന്ന പത്രോസ് ഓടി അകത്ത് കയറും. അകത്ത് കയറുമ്പോൾ എന്നാ കണ്ടത്? കർത്താവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല കച്ചോടുകൂടി അല്ലാതെ മറ്റൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ യോഹന്നാൻ്റെ ഊഴമാണ്. യോഹന്നാൻ എന്താണ്? യോഹന്നാനും അകത്ത് കയറി കണ്ട് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? എന്താണ് അവർ വിശ്വസിച്ചതെന്ന് നമ്മൾ ഊഹിക്കുകയാണ്. കാര്യം അവരോടാണല്ലോ ഈശോ പറഞ്ഞിരുന്നത് പാഷൻ പ്രഡിക്ഷനിലൂടെ, പീഡാനുഭവ പ്രവചനങ്ങളിലൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചെയ്തത്. വിശ്വസിച്ചു, പക്ഷേ അവർ തിരിച്ചുപോയി. ഈ വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ചില സമയത്തൊരു പിന്മാറ്റ സ്വഭാവം കാണിക്കും. അത് നമ്മൾ ദൈവിക പുണ്യങ്ങളെ പഠിക്കുമ്പോൾ ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റി പഠിക്കും. പക്ഷേ ഫെയ്ത്ത് ഹോപ്പിനൊക്കെ ഒരു ചെറിയ ഒരു വീക്ക്നെസ് വരണത് ചില പ്രതികൂല സാഹചര്യങ്ങളിൽ പിന്മാറ്റ സ്വഭാവം ഒരു വൈബ്രേഷൻ കാണിക്കും. ദേ ആർ ഗോയിങ് ബാക്ക്, അവർ തിരിച്ചു പോവുകയാണ്. പക്ഷേ ഫെയ്ത്ത് ഹോപ്പിൻ്റെ അപ്പുറത്ത് അവസാനത്തെ ഒരു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു ദൈവിക പുണ്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവസ്നേഹം. 1 കൊരിന്ത്യർ 13:7 നമ്മൾ വായിക്കുന്നുണ്ട്. സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. എല്ലാ തകർച്ചകളെയും അതിജീവിച്ചുകൊണ്ട് സ്നേഹത്തിൽ നിറഞ്ഞ ഒരു സ്ത്രീ അവിടെ കാത്തു നിൽക്കുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു.
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20:10 അപ്പോസ്തലന്മാർ തിരിച്ചു പോണത്. ആ തിരിച്ചു പോയത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെല്ലാം ആരെല്ലാം ദൈവത്തിൽ നിന്ന് ഉത്ഥാനത്തിൽ നിന്ന് അല്പസമയത്തിന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കണ്ടൻറ്റ് കുറവുണ്ട്. അവർക്ക് വിശ്വാസമുണ്ടാകാം, പ്രത്യാശ ഉണ്ടാകാം. പക്ഷേ വിശ്വാസം പ്രത്യാശം കൊണ്ട് മാത്രം പുനരുത്ഥാനത്തിന് സാക്ഷിയാകാൻ പറ്റത്തില്ല. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലന്മാരുടെ കൂടെ കല്ലറ കണ്ടയാളാണ് മേരി മാഗ്ഡലിൻ. അപ്പോസ്തലന്മാരുടെ കൂടെ കല്ലറയുടെ അകം കണ്ടയാളാണ് മേരി മാഗ്ഡലിൻ. ആ 3 പേര് ഒരുമിച്ച് കർത്താവിൻ്റെ കല്ലറ കണ്ടതാണ്. അതിൽ വക്കശീല കണ്ടതാണ്. ശിരസ്സ് തൂവാല ചുട്ടി മാറ്റിവെച്ചിരിക്കുന്ന കണ്ടതാണ്. അവർ കണ്ടു വിശ്വസിച്ചവരാണ്. പക്ഷേ 2 പേര് തിരിച്ചുപോയി. വീണ്ടും മേരി മാഗ്ദലിൻ മാത്രം അവിടെ നിൽക്കുകയാണെന്ന് മാത്രമല്ല, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം പറയണത് 20:11 അവൾ വീണ്ടും കുനിഞ്ഞകത്തേക്ക് നോക്കി. ഒരിക്കൽ നോക്കിയെല്ലാം കണ്ടതാണ്. പിന്നെ എന്തിനാണ് ഇവിടെ നോക്കണത്? കണ്ട കാര്യങ്ങൾ കണ്ടവർ കണ്ട രീതിയിൽ പോയതിന് ശേഷം വീണ്ടും എന്തിനാണ് കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കണത്? അതിന് വിശ്വാസം പോരാ, അതിന് പ്രത്യാശ പോരാ, അതിന് ദൈവസ്നേഹം വേണം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. മരണത്തെ പോലെ ശക്തമാണെന്ന് നമ്മൾ സോങ് ഓഫ് ദി സോങ്സ് ഉത്തമഗീതങ്ങളിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. മേരി മാഗ്ഡലിൻ്റെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ്, മരണത്തെ പോലെയുമല്ല. അവളെ കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ ആ ദൂതന്മാർ ചോദിക്കും, സ്ത്രീയെ നീ എന്താണ് അന്വേഷിക്കുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയെന്ന് പറയും. 20:11 യോഹന്നാൻ്റെ സുവിശേഷം. അവൾ കർത്താവിനെ കാണും, പക്ഷേ കണ്ണീരിൻ്റെ ചിൽപ്പാളികളിലെ അപ്പുറത്ത് കർത്താവിനെ വ്യക്തമാവത്തില്ല. അത് തോട്ടക്കാരനാണെന്ന് അവൾ വിശ്വസിച്ച് പറഞ്ഞ പ്രഭു എന്നാണ് വിളിക്കുന്നത് ആ സ്ത്രീ. അപ്പോൾ ഞാനത് എൻ്റെ മനസ്സിൽ ആ പ്രാർത്ഥന സമയത്തെല്ലാം ഇവരുടെ ഓട്ടവും ഇവരുടെ കരച്ചിലും സങ്കടവും വിട്ടുമാറാതെ നിൽക്കുന്ന അവസ്ഥയും കല്ലറയിൽ നിന്ന് മാറാതെ നിൽക്കുന്ന സ്ത്രീ, അവരെ അത് തോട്ടക്കാരനാണെന്ന് കരുതിയിട്ട് വിളിക്കും, പ്രഭു എന്താ ആദരവോടെ സംസാരിക്കുന്നത്? അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ടെൽമി, എന്നോട് പറയുക. ഞങ്ങളോട് പറയാനല്ല പറയണത്, ഞാനതാ വാക്ക് ഞാൻ കുറേ വർഷങ്ങൾ ധ്യാനിച്ചതാ. എന്നോട് പറയുക. അപ്പം ഇവളുടെ പുനരുദ്ധാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല കർത്താവ്. പക്ഷേ ഈ 140 റാത്തലുള്ള ഡെഡ് ബോഡി 3 ദിവസം പഴക്കമുള്ളത് ചീർത്ത് ചീഞ്ഞിരിക്കണതാണ്. ആ ഡെഡ് ബോഡിയാണ്, ആ ഭാരമുള്ളതാണ് ഇവൾ പറയണത്. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. ഈശോന് ഒന്നിനു വേണ്ടിയല്ലാതെ അവൾക്ക് എന്ത് കിട്ടും? ആ ഡെഡ് ബോഡി എടുത്താൽ ഒന്നും കിട്ടത്തില്ല. ദുർഗന്ധവും ശരീരം അഴുക്കാകുകയും ചെയ്യും, അല്ല ഒന്നുമില്ല. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അത് നിങ്ങളത് ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും. ഇത് നമ്മൾ യേശുവിനെ അന്വേഷിക്കണതേ ഒത്തിരി ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് കാലത്തിൻ്റെ അപാജയം എന്ന് പറയണത്. ഇതൊന്നിനു വേണ്ടിയല്ല. കിട്ടണ യേശുവിനെ അന്വേഷിക്കുക വഴി എനിക്ക് ദുർഗന്ധം ക്ലേശമാണെങ്കിലും യേശുവിനെ സ്നേഹത്തിന് വേണ്ടി, സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം അന്വേഷിച്ചവരാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായവരെ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ. നമ്മൾ ശരിക്കും ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്.
നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉച്ചി എന്ന് പറയണതും ഉറവ എന്ന് പറയണതും ദിവ്യകാരുണ്യം പോലെ തന്നെയാണ്. ദിവ്യകാരുണ്യം പോലും എന്തിനാണ്? ഈ അപ്പം ഭക്ഷിക്കുക നിത്യം ജീവിക്കുക ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എന്ന് ഈശോ പറയണില്ലേ? ഈ ശരീരം ഭക്ഷിക്കുക നിന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു, സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്ന് പറയുമ്പോഴേ പരിശുദ്ധ കുർബാന പോലും എന്തിനുള്ളതാണ്? ഉത്ഥാനത്തിന് വേണ്ടിയുള്ളതാണ്, ഉത്ഥാന അനുഭവത്തിന് വേണ്ടിയുള്ളതാണ്, ഉത്ഥാന മഹിമയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നിർവാജ്യമായി നിസ്തുലമായി ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ മാത്രം ഈശോയെ സ്നേഹിക്കാനും ആരാധിക്കാനും അവൻ്റെ പേരിൽ ബാധ്യതകളെ ഏറ്റെടുക്കാൻ എന്ന് തുടങ്ങുന്നുവോ അന്ന് ഞാൻ നീയും പുനരുത്ഥാനത്തിന് സാക്ഷിയാകും. പ്രാർത്ഥിക്കുക, കർത്താവേ മേരി മഗ്ദലിനെ പോലെ അങ്ങയുടെ നിന്നുള്ള ഭൗതികമായ ആനുകൂല്യങ്ങൾക്കല്ലാതെ അങ്ങയുടെ ഉദ്ധാരത്തിന് മഹിമയിലെ പങ്കെടുക്കുവാൻ സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയിലെ സ്നേഹത്തിന് വേണ്ടി അങ്ങേ സ്നേഹിക്കുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? അതായത് ഉത്ഥാന അനുഭവത്തിന് ദൈവിക പുണ്യങ്ങളിലെ 3 പുണ്യങ്ങളും വേണം ഉത്ഥാനാനുഭവത്തിന്. പക്ഷേ മുന്തിയ നിലവാരത്തിൽ വേണ്ടത് അൺകണ്ടീഷണൽ സറണ്ടർ കോസ്റ്റ് ബൈ ദ ലവ്. ഒരു ബാധ്യതയും ഒരു ആവശ്യവും ഉന്നയിക്കാതെ നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവേ, ഒരു ബാധ്യതയും ഒരു ആവശ്യവും നിന്നോട് ഉന്നയിക്കാത്തൊരു കാലമുണ്ടാകുമോ എനിക്ക്? കാഷ് ആൻഡ് കൈൻഡായിട്ട് ഒന്നും ആഗ്രഹിക്കാത്തൊരു കാലം നിൻ്റെ നാമത്തെ പ്രതി എനിക്കുണ്ടാകുമോ? കർത്താവേ, അത്ര വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും എന്നെ വളർത്തണമേ എന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. ഉത്ഥാന സ്നേഹത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് അൺകണ്ടീഷൻ ലവ്. കർത്താവിൽ നിന്നൊന്നും ആശ്രയിക്കാതെ ആഗ്രഹിക്കാതെ ഉത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിക്കാൻ വേണ്ടി മാത്രം. കാര്യം ഈശോയ്ക്ക് മാത്രമേ ലോകത്തിലെ മനുഷ്യരാശിക്ക് അത് നൽകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. ഇതെല്ലാം റിസറക്ഷൻ പോയിൻ്റുകളാണ്. നമ്മളിപ്പോൾ 14:6 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഐ ആം ദ വേ, പല വഴികളുണ്ടായിട്ടല്ല, പല വഴികളില്ല, ഇറ്റ്സ് ഓൺലി വൺ വേ. ഇന്ന് സഭയിലുള്ള ചില പണ്ഡിത കോമരങ്ങളൊക്കെ പല വഴികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാ വഴികളും ശരിയാണെന്നൊക്കെ പറയണ മിഷണറിമാരൊക്കെ ഞാൻ കണ്ടുപിട്ടിട്ടുണ്ട്. അതാണ് സഭയുടെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ദിസ് ഓൺലി വൺ വേ, ദ വേ ഓഫ് ജീസസ്, ദ വേ, ഐ ആം ദി വേ, ദി മൂൺ, ദി സൺ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഈ ലോകത്തും പ്രപഞ്ചത്തിലും ഒന്നേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് പറയണത്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അതുപോലെ ഐ ആം ദ വേ, ഐ ആം ദ വേ, ദ ട്രൂത്ത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്നൊക്കെ പറയുമ്പോൾ അത് ജീവനെ സംബന്ധിക്കുന്നതാണ്, പുനരുദ്ധാനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. മനുഷ്യൻ്റെ മഹിമ ദൈവത്തിൻ്റെ മഹിമ മനുഷ്യനെ പ്രാപിക്കാൻ ജീസസ് ഈസ് ദ വേ, ദ ഓൺലി വേ. കർത്താവ് മാത്രമാണ് വഴി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പം മഹത്വത്തിൻ്റെ ഏക വഴിയായ കർത്താവിനെ അനുഭവിക്കുന്നതിന് എൻ്റെ ദൈവപൈതലെ വിശ്വാസത്തെക്കാളുപരി പ്രത്യാശയെക്കാളുപരി ദൈവസ്നേഹത്താൽ ഒന്നും പ്രതീക്ഷിക്കാത്ത, ഭൗതികമായി ഒന്നും പ്രതീക്ഷിക്കാത്ത എന്ന കഷ്ടപ്പാടും ഭാരവും മാത്രം നമുക്ക് ലഭിക്കുന്ന സ്നേഹം കൊണ്ടാണ് മേരി മഗ്ദലിനെ കർത്താവ് എൻ്റെ ആ 140 റാത്തലും ചീഞ്ഞ ശരീരം ലഘുവായിട്ട് തോന്നിയത്. സ്നേഹമാണ് എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹം. ഇപ്പം നമ്മൾ മാർത്തായുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാർത്ത വിശ്വാസത്തിൻ്റെ ആളാണ്, പ്രത്യാശയുടെ ആളാണ്.
മാർത്തയാണ്, അവരും കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുന്ന സ്ത്രീയാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ 2 സ്ത്രീകളെന്ന്, അതിലൊന്ന് മാർത്തയാണ്. മാർത്തയും കല്ലറയുടെ വാതിൽക്കലാണ് സുവിശേഷം നിർത്തിയിരിക്കുന്നത്. മേരി മാഗ്ഡലിനെയും കല്ലറയുടെ വാതിൽക്കലാണ് സുവിശേഷം നിർത്തിയിരിക്കുന്നത്. കാര്യം കല്ലറയുടെ വാതിൽക്കൽ നിൽക്കുന്നവരെ എല്ലാം തകർന്നു, എല്ലാം തീർന്നുവെന്ന്, എല്ലാ പ്രത്യാശ നഷ്ടപ്പെടുന്ന സ്ഥലമാണ് കല്ലറയുടെ വാതിൽക്കൽ, കല്ലറ വാതിലെ. പക്ഷേ എല്ലാ പ്രത്യാശയും തുടങ്ങണതും ദൈവസ്നേഹത്താൽ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വഴിയായി കല്ലറയെ മാറ്റുന്നത് ഈ സ്ത്രീകളുടെ സുവിശേഷങ്ങളാണ്. മർത്തായുടെ സുവിശേഷവും അതുപോലെ തന്നെ മേരി മാഗ്ഡലിൻ്റെ സുവിശേഷവും. മേരി മാഗ്ഡലിൻ ലാസൻ്റെ 2 സഹോദരികൾ, മർത്തായും അതുപോലെ തന്നെ മേരിയും. എന്തുകൊണ്ടാണ് ഞാൻ മാർത്തായെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എനിക്കെപ്പോഴും ഞാൻ മേരിയുടെ നിലപാടുകളിൽ എപ്പോഴും ഉള്ളിൽ കലഹം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും മേരി ശരിയല്ല എന്ന് തോന്നും. കർത്താവ് അവർക്ക് നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. അതെന്തിനങ്ങനെ കൊടുത്തതെന്നറിയാവോ? അങ്ങനെ കൊടുക്കാൻ കാരണം അവൾ വചനത്തോട് ആഭിമുഖ്യം കാണിച്ചു എന്നുള്ളതാണ്. ആഭിമുഖ്യം. അപ്പം അത് നല്ല കാര്യമായിട്ട് ഈശോ പറഞ്ഞു. വചനത്തോട് ഇപ്പം നിങ്ങളും ഞാനുമൊക്കെ വചനത്തോട് ആഭിമുഖ്യമുള്ളവരാണ്. ഇത് നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോഴേ ഞാൻ പ്രസംഗിക്കണം ഞാനോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം നിങ്ങളോ ഇത് നല്ല കാര്യമാണെന്ന് അവസാനം വരെ പറയണം. അതെങ്ങനെയാണ്? ക്ലേശങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു. ഒരു കാര്യം നല്ല കാര്യമാകണത്, കുരിശ് ഈശോയ്ക്ക് നല്ലതായത് ഈശോ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പിതാവിനുള്ള സ്നേഹത്തെ പ്രതി കുരിശിനെ സമീപിച്ചപ്പോഴാണ് ഈശോയ്ക്ക് കുരിശ് പോലും നല്ല കാര്യമായത്. എല്ലാ കുരിശുകളും നല്ല കാര്യമാണ്. വെൻ വി അപ്രോച്ച് ഇറ്റ് വിത്ത് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, നമ്മൾ എല്ലാ കുരിശും നല്ല കാര്യമാണ്. അപ്പൻ്റെ രോഗമായാലും അമ്മായപ്പൻ്റെ തകർച്ചയായാലും അതുപോലെ തന്നെ അയൽവാസിയുടെ ദൈന്യത ആയാലും നമ്മൾക്ക് ഇരട്ടി ബാധ്യത വരുന്ന രീതിയിൽ അപ്പൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അപ്പം രോഗികളായ അപ്പന്മാർ അമ്മയോ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണത്, ഇങ്ങനെയുള്ള എല്ലാ കുരിശുകളും എക്സ്ട്രാ ആയിട്ട് നമ്മൾ വഹിക്കുന്ന എല്ലാ കുരിശുകളും നല്ല കാര്യങ്ങളാണ്. അതെങ്ങനെ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ദൈവസ്നേഹത്തോടെയും കൂടി അതിനെ സമീപിക്കാൻ കഴിയുമ്പോഴാണ് അത് നല്ല കാര്യമായി മാറുന്നത്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾക്കെല്ലാം 2 ഘട്ടമുണ്ട്. അത് കേൾക്കുമ്പോൾ അറിയുമ്പോഴുണ്ടാകുന്ന ഘട്ടവും അത് അനുഭവിക്കുണ്ടാകുമ്പോൾ 2ാമത്തെ ഘട്ടം വരണം. 2ാമത്തെ പരീക്ഷയ്ക്ക് ആണ് മറിയം തോറ്റുപോണത്, ലാസൻ്റെ പെങ്ങളും തോറ്റുപോണത്. എന്താ കാര്യം? അവൾ മരിച്ച ദിവസം കർത്താവ് വന്നില്ല, പിറ്റേ ദിവസം വന്നില്ല, 3 ദിവസം കഴിഞ്ഞാണ് വന്നത്. 4-ാം ദിവസമാണ് ഈശോ വന്നത്. പക്ഷെ അത്രയും പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഈ വചനത്തിൻ്റെ അരികിരുന്ന് വചനം കേട്ട മറിയത്തിനില്ലാതെ പോയി. അതാണ് ബൈബിൾ പറയും, മറിയം മാർത്ത എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ വചനം എന്തിനാണ് വളരെ കർക്കശത്തോടുകൂടി മറിയത്തിൻ്റെ കാര്യം പറയണത്? മറിയം എഴുന്നേറ്റ് പോയില്ല എന്ന് പറയാൻ, കർത്താവ് വന്നപ്പോഴേ എഴുന്നേറ്റ് പോയില്ല എന്ന് പറയാൻ വേണ്ടി പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ്, മറിയം വീട്ടിൽ തന്നെ ഇരുന്നു വന്ന്. യോഹന്നാൻ്റെ 11-ാം അധ്യായം 20-ാമത്തെ വാക്യം ഏറെ ഹൃദ്യമാണ്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഞാനോർക്കുകയെ ഇവൾ പണ്ട് ഇരിപ്പുകാരത്തിയായിരുന്നു. എന്താ കാര്യം? കർത്താവ് അവരുടെ വീട്ടിലെ ഭക്ഷണ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി വരുമ്പോഴും സുവിശേഷം പറയും, ലൂക്കാ 10:39 മറിയം ഇരിക്കുകയാണ് അവിടെ. ഒരു വ്യത്യാസമുള്ളത് വചനം കൂടെ ഉണ്ട്, വചനം കേട്ടോണ്ടിരിക്കണമെന്നേ ഉള്ളൂ. ആ കേട്ട വചനമുണ്ട്, പക്ഷേ ഇവൾക്കത് എപ്പോഴും നമ്മൾ പറയണത്, കർത്താവിൻ്റെ വചനം പറയണത് വചനം കേട്ടാൽ പോരാ, അത് പ്രയോജനപ്പെടണം. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പറയണത്, അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്താ കാര്യം? അവരതിൽ വിശ്വസിച്ചില്ല എന്ന്.
അതിന് ഹെബ്രായർ 4:2 നമ്മൾ വായിക്കണില്ലേ? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. ഇപ്പം മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്ത് വചനം കേട്ടു, പക്ഷെ അവർക്കത് പ്രയോജനപ്പെട്ടില്ല. എന്താ കാര്യം? കുടുംബത്തിൽ ആണും തൂണും തുണയുമായിട്ടുള്ള ആൾ വീണ് പോയപ്പോൾ, കഷ്ടത വന്നപ്പോൾ, കുരിശ് വന്നപ്പോൾ അവൾക്ക് വിശ്വാസം പോയി. അവൾ കർത്താവിനെ മാർത്തായെ പോലെ ഓടിച്ചെന്ന് കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതിനുള്ള വിശ്വാസമില്ല, അതിനുള്ള ദൈവസ്നേഹമില്ല. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് മറിയം അവിടെ തന്നെ ഇരുന്നെന്ന് പ്രത്യേകിച്ച് 11:20 എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:20 മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അവർക്ക് ആ വചനം പ്രയോജനപ്പെട്ടില്ല. ദൈവവേദന ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥകൾ. നമ്മൾ വചനമൊക്കെ കേൾക്കും, പക്ഷേ കുരിശ് വരുമ്പോൾ, കുടുംബത്തിലേക്ക് കുരിശുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം മറന്നു പോകും. കർത്താവിനെ കോടി അണയുവാനോ പ്രാർത്ഥിക്കുവാനോ ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനോ ഒന്നും കൈയും കാലം തളർന്ന് നമ്മളിരിക്കാനുള്ള പടിയിൽ ഇരുന്ന് പോകും. അവിടെയൊക്കെ ലീഡ് ചെയ്യണത് ആ അടുക്കളക്കാരത്തിയാണ്, മാർത്ത കുറേ കാര്യം കർത്താവിനോട് പറയും. ഒക്കെ കേൾക്കണം നമ്മൾ. കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കാരണം അങ്ങ് ചോദിക്കണ എന്തും. ഇപ്പോൾ 11:25, 24, 25 വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങ് ചോദിക്കണത് എന്തും ദൈവം അങ്ങേക്ക് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയും. കാര്യം ഏത് അടുക്കളപ്പണിയായാലും അറിയാനുള്ള കാര്യം അവൾക്കറിയാം. അതാണ് വിഷയം. നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ കർത്താവുമായിട്ട് അടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ലോകത്ത് അറിയാനുള്ള ഏറ്റവും വലിയ അറിവ് ആരാ? എല്ലാ സങ്കടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഏത് കല്ലറയുടെ വാതിക്കലും പ്രഖ്യാപിക്കാനുള്ള അറിവെന്താ? വിശ്വാസം തന്നെയാണ്. അപ്പോഴേ അവളോട് കർത്താവ് പറയും, ഞാൻ ചോദിക്കണ എന്തും ദൈവം നിനക്ക് തരുമെന്ന് നിനക്കറിയാം. പക്ഷെ നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ? അവന് സമൃദ്ധി ഉണ്ടാകും. അറിവുള്ളവന് വീണ്ടും കർത്താവ് അറിവ് കൊടുക്കുകയാണ്. എന്താ കൊടുക്കണത്? നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതും നീ അറിയണം. നമ്മുടെ എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളെല്ലാം അടിസ്ഥാനം അറിവാണ്. അനുഭവം ഉണ്ടാക്കുക, അനുഭവം ബോധ്യം, സാക്ഷ്യം, സന്തോഷമാണ് നമുക്ക് സ്വർഗവും നമ്മൾ വിളിക്കുന്നത്. മാർത്തയുടെ രണ്ടാമത്തെ അറിവ് കർത്താവ് കൊടുക്കും, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോൾ ഉടനെ മറുപടി പറയാം അവൾ, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയും, ഏറ്റവും വലിയ അറിവ് 11:25 യോഹന്നാൻ്റെ സുവിശേഷം, I am the resurrection and life. ഞാനാണ് പുനരുദ്ധാനവും ജീവനും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 11:25 ഏറ്റവും വലിയ വെളിപാടാണ്. I am the resurrection. എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ്. കാര്യം ലോകത്ത് സമർത്ഥനായ സീസർ, സോളമൻ, സോക്രട്ടീസ്, പ്ലീനി, പ്ലേറ്റോ തൊട്ട് ഇന്ന് വരെയുള്ള മഹാരഥന്മാരെ ജീവിച്ചു പോയ ഭൂമിയിലെ ആരും പറയാത്തൊരു കാര്യം മനുഷ്യരാശിയോട് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരേ ഒരു ആളാണ് കർത്താവ് ഈശോ. ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. എന്നിട്ട് ചോദിച്ചു ഈശോ, "Do you believe?" നീ ഇത് വിശ്വസിക്കുന്നു? മാർത്ത ഒരു വാക്ക് പറയും, "യെസ് മൈ ലോർഡ്." കർത്താവേ. ബൈബിളിലെ എല്ലാ അത്ഭുതങ്ങൾ ചെയ്തവർ യെസ് മൈ ലോർഡ് പറഞ്ഞവരാണ്. അമ്മ ഒരു യേശു പിതാവായ ദൈവത്തോട് പറഞ്ഞിട്ടാണ് മനുഷ്യാവതാരം സംഭവിച്ചത്. ഇപ്പോൾ പുനരുദ്ധാനം സംഭവിക്കുന്നതും ഒരു സ്ത്രീ യേശു പറഞ്ഞിട്ടാണ്, യെസ് മൈ ലോർഡ്,
കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന യേശുവേ നന്ദി 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ യോഹന്നാൻ 11:25, 26, 27 വചനങ്ങളെല്ലാം വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് 27. ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അങ്ങ് ചോദിക്കണം എന്തെന്ത് ചെയ്യും അങ്ങക്ക് നൽകുമെന്ന്. ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴുമില്ല, പക്ഷെ ആ വചനത്തിൻ്റെ ഫീൽ അതാ. അതിനകത്ത് ഇപ്പോഴും ഒന്ന് വാക്കില്ലെങ്കിൽ പോലും മാർത്ത പ്രഖ്യാപിക്കുന്നൊരു വിശ്വാസമുണ്ട്. ഒന്നിൽ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വിശ്വാസം പ്രത്യാശ ഉൾപ്പെടുന്നതാണ്. ഈ വിശ്വാസത്തിൻ്റെയും മാർത്തയുടെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഫലമാണ് ലാസറിന്റെ ഉത്ഥാനം. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ലാസറിനെ വിവരിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് അത് മാർത്തയുടെ വിശ്വാസം പ്രത്യാശ. മേരി മാഗ്ദലിനിലേക്ക് എത്തുമ്പോൾ അവളാണല്ലോ കർത്താവിനെ ആദ്യമായിട്ടും പുനരുത്ഥാനം ചെയ്ത ഈശോനെ കണ്ടത്. അത് സ്നേഹമായി വളരുന്നത് കാണാം. യേശുവിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നമ്മുടെ വിശ്വാസം പ്രത്യാശയിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് വളരുന്നതാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ഇപ്പോൾ 1 കൊരിന്ത്യസിലെ 13 വിശ്വാസം പ്രത്യാശ സ്നേഹം. ഇതിൽ സർവോത്കൃഷ്ടം എന്താണ്? സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഇപ്പോൾ 1 കൊരിന്ത്യസ് 13 സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശ്വാസമുണ്ട് 13:12 വിശ്വാസം പ്രത്യാശ സ്നേഹം എല്ലാം പറയുന്നുണ്ടത്. പക്ഷേ സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഈ സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ മടങ്ങിപ്പോയ പത്രോസില്ലേ, അവനെ തിരിച്ച് ഒരു കാലം കർത്താവ് തിരിച്ച് വിളിച്ചിട്ട് ചോദിക്കണത് ഡു യു ലവ് മീ എന്നാണ് ചോദിക്കണത്. അപ്പം എൻ്റെ മനസ്സ് വരും മേരി മാഗ്ദലിൻ എൻ്റെ സ്നേഹം പോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അന്ന് അവനെ അവിടെ നിൽക്കാനുള്ള മാനസികാവസ്ഥ ആ സ്നേഹത്തിൻ്റെ കുറവായിട്ട് വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ പോലും ആ സ്നേഹം പ്രകടിപ്പിച്ച ആളിനാണ് കർത്താവ് ആദ്യ ദർശനം കൊടുത്തത്. ലഭിച്ചാലും അജ്ഞാതിൽ നിന്ന് ലഭിച്ചാലും അന്യ സംസ്ഥാനക്കാരിൽ നിന്ന് ലഭിച്ചാലും ശത്രുക്കളിൽ നിന്ന് ലഭിച്ചാലും ഉറ്റവരിൽ നിന്ന് ഉടവിൽ നിന്ന് ലഭിച്ചാലും എല്ലാം ഉത്ഥാനത്തിന് വേണ്ടി, എല്ലാം സർവോത്കൃഷ്ടമായ സ്നേഹത്തോടെ കർത്താവിന് ഉത്ഥാന അനുഭവത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ നീ മഹത്വം തിരിച്ചറിയും. ഉത്ഥാനത്തിന് മഹത്വത്തിലേക്കാണ് നമ്മൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ നിറഞ്ഞു വളർന്ന് ഉത്ഥാനത്തിന്റെ വലിയ മഹത്വം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉത്ഥാനത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്താൻ ആവശ്യമായ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ ഞങ്ങൾ നിറക്കണമേ. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനയുടെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക്, ജീവിത ദുരിതങ്ങളുടെ ദൈവിക ശാസന പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുകയാണ്. സന്തോഷമായി നിങ്ങൾ ഈ നിമിഷം വരെ കർത്താവിൻ്റെ വചനത്തോടു കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാതെ നിങ്ങളെ വിടത്തില്ല. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ
ഉദ്ധാനം ചെയ്തവനെ അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത് കരത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണം. കർത്താവേ, ഞങ്ങൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിലെ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെ എല്ലാ ശിരസില് അണിപ്രതാർന്നവനെ നിന്റെ അത്ഭുതകരത്താൽ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. പ്രിയമുള്ളവരെ, ആരാധനയിലേക്ക് വരുന്നൊരു നിമിഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. അതായത് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത് ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ അവിടെ അപ്പം തന്നെ നിങ്ങളോട് ഓൺലൈനിൽ സംസാരിച്ചു. നിങ്ങൾ ഉപജീവന മാർഗത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഉപജീവന മാർഗത്തെ ഓർക്കണമെന്ന്. ഇപ്പോഴും ഞാൻ ആദ്യമേ അത് പറയുകയാണ്. കർത്താവ് അപ്പോഴത്തെ സന്ദേശമാണ്. ഞാൻ ഇപ്പോഴും വീണ്ടും നിങ്ങളോട് അത് പറയുകയാണ്. നിങ്ങൾ ഉപജീവന മാർഗത്തെ സമർപ്പിക്കണം. ഇപ്പോഴ് കണ്ണീരിൻ്റെ കാലം കഴിയുമ്പോൾ നമുക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് ബുദ്ധിപരമായി ഞാൻ സംസാരിക്കുകയല്ല. കർത്താവ് ഈ അൾത്താറയിൽ ഈശോ മുമ്പിൽ നിന്നാണ് ഞാൻ പറയണത്. നിങ്ങളുടെ ഉപജീവന മാർഗം തകർന്നവരുണ്ടാകാം. ഇനി എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എന്നറിയാൻ പല ആകുലപ്പെടുന്നവരുണ്ടാകാം. വരുമാനമില്ലാത്ത കാലങ്ങളിൽ കടം മേടിച്ച് പല വിഷയങ്ങളും കൈകാര്യം ചെയ്തപ്പോൾ ഇനി അങ്ങനെ വീട്ടുമെന്നറിയാൻ പാലാതെ എന്ത് എടുത്ത് കൊടുക്കുമെന്നറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ടാകാം. ജോലി ഇല്ലാതെ വലയുന്നവരുണ്ടാകാം. ഏത് ജോലിക്ക് പോകുന്ന ജോലിക്ക് വിടപ്പെട്ടവരോ ഉണ്ടാകാം. ഇനി പിരിച്ചുവിടപ്പെട്ട കമ്പനികളിലേക്കോ ജോലി സ്ഥലങ്ങളിലേക്ക് തിരിച്ചു ചെന്നാൽ ജോലി കിട്ടുമോ ഇല്ലയോ, അതിന് ശമ്പളം എപ്പോൾ കിട്ടുമോ എന്നറിയാൻ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, ഇതിന് ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉപജീവന മാർഗം തകർന്നവരെ, വരുമാനമില്ലാത്തവരെ, എങ്ങനെ ജീവിക്കുന്നറിയാതെ അങ്ങിലാക്കപ്പെടുന്നവരെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അവർക്ക് വഴി, സത്യവും ജീവനുമായവനെ ഭൗതികമായ ജീവിതത്തിന്റെ തകർച്ചയിൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കണമേ. പ്രിയമുള്ളവരെ, സാങ്കേതികമായ ചില തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സം, ജോലിയുടെ സാങ്കേതിക തടസ്സം, ചില വയസ്സിന് തടസ്സമാകാം, ചിലപ്പോൾ രേഖ ലഭിക്കാത്തതാകാം, ചിലപ്പോൾ രേഖയിൽ തെറ്റ് വന്നതാകാം, സർട്ടിഫിക്കറ്റിൽ വന്ന തടസ്സങ്ങളാകാം, സർട്ടിഫിക്കറ്റ് കളഞ്ഞുപോയ അവസ്ഥയാകാം, വിത്തുകളുടെ ആകാം. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് അച്ഛന് ലഭിക്കുന്ന പ്രേരണ. അതുകൊണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിലനിൽപ്പിന്റെ രേഖകളെ, നഷ്ടപ്പെട്ടു പോയ, തിരുത്തൽ വന്നിട്ടുള്ള, വേണ്ട രേഖകളെ കൈമോശം വന്നിട്ടുള്ള, മറ്റുള്ളവരുടെ കൈകളിലെ അകപ്പെട്ടു പോയിട്ടുള്ള രേഖകള്, പ്രമാണങ്ങള്, നഷ്ടപ്പെട്ട വസ്തുക്കള്, വസ്തുതകള് കർത്താവേ, ഈ നിമിഷം അത് തിരികെ കിട്ടുവാനും കർത്താവേ, അതിന്റെ ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുനാമത്തില് നിർവീര്യമാകട്ടെ. ഒരു കാര്യം പറയാൻ കാരണം, ഇതുപോലെ വെന്റിലേറ്റർ ആയിട്ടുള്ള കുറേ സഹോദരങ്ങളുണ്ട്. അവരെല്ലാം തിരിച്ചു വരണം. കർത്താവ് ഈ നിമിഷം ആരാധനയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ആരെങ്കിലും ഉള്ളവർ, നിങ്ങളുടെ അറിവിലുള്ളവർ, ശത്രുക്കളായാലും ശരി, ഇപ്പോഴും കർത്താവിൻ്റെ തിരുസ്നേഹം അവരെ സ്നേഹത്തോടെ സമർപ്പിക്കേണ്ട സമയമാണ്. കോവിഡ് രോഗികളെല്ലാം, ആ സ്വദേശത്തും വിദേശത്തും ഉള്ളവരെ എല്ലാം ഈ നിമിഷം നിങ്ങൾ കർത്താവിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ഈ ആരാധന നടത്തുന്നത്. അവരെ നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അതുപോലെ ഡോളി, കോവിഡ്, അതുപോലെ തന്നെ അവരും ഇതുപോലെ സോളി, അവരെല്ലാം വെന്റിലേറ്ററിലാണ്. ഈ രോഗികളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കുറേ പ്രാർത്ഥനാ സഹായങ്ങൾ നിങ്ങളോടും പറഞ്ഞു കാണും. മറ്റുള്ളവരെ കൃപാസനത്ത് 5 സ്ഥലത്തിരുന്നാണ് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള എല്ലാ ഫോണുകളും, അവിടെ വെച്ചിട്ടുള്ള എല്ലാ കണ്ണീരിൻ്റെ പ്രാർത്ഥനകൾ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം. കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കോവിഡിൻ്റെ രോഗത്തിലെ വെന്റിലേറ്ററിലായവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഈശോയേ, ഈശോയേ, പല സ്ഥലങ്ങളിലും ധനകേന്ദ്രങ്ങളിലെല്ലാം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗികളെയും അന്ന് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, അമ്മയുടെ മധ്യസ്ഥതയിലെ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗങ്ങള് തീരവേദികള് യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഈശോ ഒരു പ്രത്യേക ദർശനം കാണിക്കുകയാണ്. അതായത് ഒരു 13 വയസ്സുള്ള പെൺകുഞ്ഞാണ്. അവൾ കരയുകയാണ് ശരിക്കും. അതെന്താണ് കാരണമെന്ന് അച്ഛനെ അറിയത്തില്ല. പക്ഷേ അങ്ങനെ കരയുന്ന ആ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രായം കണ്ടില്ലേ, ഒരിടത്തും എത്തിയില്ല. അവരൊക്കെ വല്ല 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഉള്ള മക്കൾ, കരയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോഴേ ഈ കാലൊക്കെ കോവിഡിൻ്റെ കാലത്ത് ചിലപ്പോൾ മാതാപിതാ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയവരായിരിക്കും. അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ മരിച്ചു പോയവരായിരിക്കും. അല്ലെങ്കിൽ കുടുംബം അനാഥമാകുന്ന രീതിയിൽ അപ്പനും അമ്മയും പിരിഞ്ഞു പോകുമ്പോഴും മക്കൾ ഇതുപോലെ കരയും. അപ്പനും അമ്മയും അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തപ്പോൾ ദൈവത്തിനെയും മറന്ന് മക്കളെയും മറന്നൊക്കെ പിരിഞ്ഞു പോകത്തില്ലേ? അങ്ങനെയുള്ളവർക്ക് വിവാഹം കഴിക്കരുതെന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വകാര്യമായൊരാഗ്രഹം. കാര്യം കുഞ്ഞുങ്ങളെ ഇതുപോലെ കരയണമെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം ആർക്കാണ്? അവരെല്ലാം മറന്നുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് സൗഖ്യത്തിലേക്കും എന്ത് സ്വസ്ഥതയിലേക്കും സുഖത്തിലേക്കും പോവുകയാണ്? അത് മനുഷ്യന് സാധിക്കത്തില്ല. മനുഷ്യൻ്റെ അപ്പുറത്തുള്ള എന്ത് ജീവികളായിരിക്കും. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. കാരണം കർത്താവിൻ്റെ കൃപയിലും സ്നേഹത്തിലും നിറയുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള കൃപ അവർക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, വിവാഹ ബന്ധങ്ങള് നിസ്സാരമായ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ദൈവസ്നേഹത്തിന്റെ കുറവ് കാരണം ഉൾക്കൊള്ളലാവാതെ പിരിഞ്ഞു പോകുന്നവരെ വഴിയാധാരമാക്കുന്ന മക്കളും അനാഥമായ മക്കളും അപ്പനമ്മമാരെ രോഗം മൂലം നഷ്ടപ്പെട്ട മക്കളുടെ മേൽ കരയുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാജ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. രാജ്യങ്ങൾ തമ്മിൽ പോരും പൗശന്യവും വക്രതയും വഞ്ചനയും അധികാര ദുർമോഹവും പരസ്പര ധാരണയില്ലായ്മയും മൂലം വൻകരകൾ ദേശങ്ങളെ ഇങ്ങനെ അകന്നകന്ന് പോകുന്ന പോലെയാണ് ഓരോ ദിവസമുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ. ഇപ്പോൾ തന്നെ മാരകമായ രോഗങ്ങളിൽ 1.5 ലക്ഷത്തോളം മനുഷ്യരാണ് മരണത്തിൻ്റെ പക്കത്തിലായിപ്പോയത്. പല രാജ്യങ്ങളിൽ സൂക്ഷ്മതക്കുറവും ഇതൊക്കെ ഇതിൻ്റെ പ്രാഭവ കേന്ദ്രങ്ങൾ കാണിക്കുന്ന മനുഷ്യത്വമില്ലാത്ത കച്ചവട മനസ്ഥിതി, അങ്ങനെ പല ആരോപണങ്ങളാണ് ലോകത്തിൽ വരുന്നത്. ഇതിൻ്റെ മുറിവുകളൊന്നും ഈ കാലങ്ങളിലൊന്നും അത് തീരത്തില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള മാനസികാവസ്ഥകളൊക്കെ പെരുകിയാൽ ആര് ജയിക്കും ആരെ തോക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും ആത്യന്തികമായി ദുരന്തത്തെ അഭിമുഖീകരിക്കും എന്നുള്ള കാര്യം സത്യമാണ്. ലോകത്തിലെ വൻകരകളിലെ ദേശങ്ങളിലെ ഭൂഖണ്ഡങ്ങളിലെ
രാജ്യങ്ങൾക്കിടയിൽ സഹവർത്തിത്വവും ധാരണയും ഉണ്ടാകാൻ വേണ്ടി ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രാജ്യങ്ങൾക്കിടയിലെ സ്നേഹത്തിൻ്റെ ധാരണയും സൗഹൃദവും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ എവിടെയെല്ലാം വക്രതയും വഞ്ചനയും പരസ്പരമുള്ള ധാരണക്കുറവും പൈശാചിക പ്രകൃതികളുണ്ടോ അവിടെയെല്ലാം തിരുരക്തത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ. വിശുദ്ധ അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവിന്റെ കൃപയാൽ ലോകം ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടി. ആന്തരിക മൂലം മരണത്തിലേക്ക് പോകുന്നവരുണ്ടാകാം. ശരീരം നീര് കെട്ടിയവരുണ്ടാകാം. ഉറക്കമില്ല, ശരീരത്തിൻ്റെ ഊത്തലും ചൂടും കൊണ്ട് ഉറക്കമില്ലാത്തവരുണ്ടാകാം. മലമൂത്ര വിസർജനം നടക്കാൻ പറ്റാത്തവരുണ്ടാകാം. ആന്തരികമായ അപ്സെറ്റായിട്ടുള്ള ബോഡികളെല്ലാം ഇപ്പോഴേ കർത്താവിനെ സമർപ്പിക്കേണ്ട സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾ സ്തുതിച്ചാൽ മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ആന്തരിക അവയവങ്ങൾ നീരിക്കട്ടിയവരെ, പ്രവർത്തനക്ഷമമല്ലാത്തവരെ, കർത്താവേ, ആഹാരധികാരങ്ങളൊന്നും നടക്കാത്തവരെ, അന്നനാളങ്ങൾ കേടുവന്നവരെ, കർത്താവ് മൂത്രാശയങ്ങളും എല്ലാ കിഡ്നികളും അവർ ആന്തരിക അവയവങ്ങളെല്ലാം കർത്താവെ സിസ്റ്റ് വന്നവരെ, നീര് വന്നവരെ, കർത്താവ് പലതരത്തിലുള്ള നീര് കെട്ടിയവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ ശക്തി ആവർത്തിക്കപ്പെടട്ടെ. ഈശോ, അമ്മേ, പരിശുദ്ധമ്മേ, ജയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവനാമത്തിലെ മാർഗ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. പല ഘട്ടങ്ങളായിട്ട് ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിത ആവശ്യങ്ങളെ, പ്രാർത്ഥന ആവശ്യങ്ങളെ ഇപ്പോഴും കർത്താവിന് സമർപ്പിക്കാൻ പോവുകയാണ്. മക്കളില്ലാത്തവരുണ്ടാകതിൽ ആ കൂട്ടത്തിൽ ഇപ്പോഴും ഈശോ ഒരു സന്ദേശം തന്നു. അതായത് പാഠശേഖരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ. ഉടമ്പടി വിഷയം നമ്മൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ഈശോ കാണിച്ച വിഷയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ത്യയുടെ പാഠശേഖരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ പാഠശേഖരങ്ങളെ കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ സംസ്ഥാനത്തിലുള്ള പാഠശേഖരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മല്ലികൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഈശോയെ, സവാള കൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ട് കർത്താവെ, ഗോതമ്പും നെല്ലും കൃഷി ചെയ്ത് ജീവിക്കുന്നുണ്ട് കർത്താവെ, പച്ചക്കറി ചെയ്ത് ജീവിക്കുന്നുണ്ട് കർത്താവെ. ഇന്ത്യയുടെ ഭക്ഷണങ്ങൾ ഒരുക്കുന്ന കർഷകരെയും കർഷക സമൂഹങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർഷക ഭൂമിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ കീടങ്ങളിൽ നിന്ന് കർത്താവെ, ഞങ്ങൾക്ക് ഭക്ഷണങ്ങളില്ലാത്തൊരു കാലത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കർത്താവെ, കീടങ്ങളിൽ നിന്നും കർത്താവെ, കൃമികളിൽ നിന്നും കർത്താവെ, ഇന്ത്യയുടെ എല്ലാ പച്ചക്കറി തോട്ടങ്ങളെയും ലോകത്തിൻ്റെ എല്ലാ ഭക്ഷ്യമേഖലകളെയും കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ദർശനം കർത്താവ് കാണിച്ചു പോയ കർത്താവിന്റെ കൃപ ഓരോ പാഠശേഖരങ്ങളിലേക്കും കർഷക സമൂഹങ്ങളിലേക്കും കർഷക തൊഴിലാളികളിലേക്കും കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. അവരെല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലായിരിക്കുന്നു, അവരെല്ലാം ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ സങ്കടത്തെ കാലത്ത് കർത്താവ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങനെ ദൃശ്യന് കണ്ണീരിട്ടത്, ആ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന് കാരുണ്യം ചൊരിയണമേ. മക്കളില്ലാത്തൊരു കർത്താവ് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവർ പ്രാർത്ഥിക്കുന്ന കർത്താവ്, വസ്തു വിൽക്കപ്പെടാത്തവരും കർത്താവ്, സാമ്പത്തികമായ കടങ്ങളുള്ളവരും, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരും, ജോലി ഇല്ലാത്ത എല്ലാ മക്കളും കർത്താവ്, അങ്ങനത്തെ കേസിലാക്കപ്പെട്ടു പോയവർ കർത്താവ്, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ കർത്താവ്, എല്ലാ മേഖലകളിലും കർത്താവ് വേദന അനുഭവിക്കുന്നവരുടെ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 1 മണിയാകുമ്പോൾ ആരാധന ആശീർവാദം നമുക്ക് ലഭിക്കും. 1 മണിക്കാണ് ഇന്ന് ആശീർവാദം. എപ്പോഴും നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആരാധനയിൽ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നമുക്കറിയാം, കൃപാസനം ആരാധന സമ്പൂർണ്ണമായിട്ട് ആയിരങ്ങളിവിടെ സാക്ഷ്യം പറയണത് അമ്മയുടെ മധ്യസ്ഥത്തിലാണ്. അമ്മ മധ്യസ്ഥം വഹിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ വേദനകളെ ഈ സമയത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. എണ്ണി സമർപ്പിക്കാം. കൃപാസനത്തിൽ 6 കാര്യം വരെയാണ് ജനങ്ങളെ സമർപ്പിക്കുന്നത്, കനായിലെ 6 കൽഭരണികളെ പ്രതീകമായിക്കൊണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്ത് കണ്ണീരിൻ്റെ കാലത്തെ അതിജീവിക്കാൻ കഴിയും. ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്യണ പോലെ തന്നെയാണ്, അല്പം പോലും മാറ്റമില്ലാതെയാണ് ഓൺലൈൻ ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയോടുകൂടി നമുക്ക് ഉടമ്പടി ചെയ്യാൻ, ഓൺലൈൻ ഉടമ്പടി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനാ ഒരുക്കങ്ങളും അതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങളുമൊക്കെയാണ് ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. യൂട്യൂബിലും അച്ഛൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം, കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഓൺലൈൻ ഉടമ്പടി ആയിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഈ ശുശ്രൂഷ ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സക്കീന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് ബ്രദറിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും സക്കീനയെ സഹായിക്കുന്നവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മൗനമായി പ്രാർത്ഥിക്കുക. രോഗമുള്ളവർ ആ രോഗമുള്ള ഇടത്തിപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയ്ഡ് രോഗികളും ടോൺസിൽ രോഗികളും യേശു നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വിസർപ്പ രോഗികളുണ്ട്, വാത രോഗികളുണ്ട്, സോറിയാസിസ് രോഗികളുണ്ട്, ത്വക്ക് രോഗികളുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് അച്ഛൻ ഈശോയുടെ നാമത്തിൽ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വസ്തു നഷ്ടപ്പെട്ടവർ, കേസിൽ അകപ്പെട്ടവർ, കടത്തിൽ മുങ്ങിയവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ജീവിതത്തിലെ പല പദ്ധതികളും ഈ കോവിഡ് കാരണം സ്പോയിൽഡായി പോയവരുണ്ട്. അതിൻ്റെ ഡേറ്റും ടൈമും എല്ലാം കഴിഞ്ഞ കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അമ്മയുടെ കയ്യിൽ ഇതിനെല്ലാം തീരുമാനമുണ്ട്. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും ഉറപ്പായിട്ടും. അമ്മയോട് പറയുക, ഈ നിമിഷം ആരാധന ഈ വിഷയം സമർപ്പിക്കാൻ പറയുക. ഒരെത്തും പിടി കിട്ടാത്ത കാര്യങ്ങളുണ്ടാകാം, എവിടെ തുടങ്ങണം എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. അതൊക്കെ സമർപ്പിക്കുക. ആശീർവാദത്തിന് സമയമാണ്. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.